ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് അവിടെ ഇത്തവണ പരീക്ഷ കഴിഞ്ഞ് പാസ്സാകുന്നവർക്ക് അഭിഭാഷകരായി എൻറോൾ ചെയ്യാൻ കഴിയില്ല, എൻറോൾ ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നു. അതിനുള്ള കാരണം അവിടുത്തെ ലോ യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ ക്ഷണിച്ചതിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസിനെതിരെ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ന്യായാധിപനാകാൻ അല്ലെങ്കിൽ അഭിഭാഷകനാകാനുള്ള യോഗ്യതയില്ല എന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വിലയിരുത്തിയ ശേഷമാണ് ഇവരെ എൻറോൾ ചെയ്യിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. ഇക്കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ സൂചിപ്പിക്കപ്പെട്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് വളരെ രൂക്ഷമായി അതിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇത് ഞാനും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ എന്ത് അവകാശമാണ്, വിദ്യാർത്ഥികളെ ഒരു തരത്തിലും ദ്രോഹിക്കരുത് എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. നമുക്കറിയാം, CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകാൻ കാരണക്കാരനായ ഒരാളാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ പാറ്റ പരാമർശമാണ് ഈ പാർട്ടി ഉണ്ടാകാനുള്ളൊരു കാരണം. ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാകാം അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അജിംസ്, വ്യക്തിപരമായ വിഷയം ഒന്ന്, വ്യക്തിപരമായ വിഷയത്തിൻ്റെ പേരിൽ ഒരാൾക്ക് കിട്ടേണ്ട നീതിയെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിൻ്റെ ആ ഒരു ബാലപാഠം തന്നെയല്ല കൃത്യമായി ചീഫ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പറഞ്ഞത് ആ തത്വമൊക്കെയാണ്, പക്ഷേ സംഭവിക്കുന്നത് വേറെ രാഷ്ട്രീയമായ പല മാറ്റങ്ങളാണ് അനുഭവം. കാരണം അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയൊരു പാസീവ് കമൻറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ വഴി തെളിച്ചത്. ഒരു അഭിഭാഷകൻ തന്നെ സീനിയർ ലോയറായി ഡെസിഗ്നേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചെല്ലുന്നു. അത് തള്ളിക്കൊണ്ട് നടത്തിയൊരു പാസീവ് കമൻറ്റാണ്, ഒരു അഭിഭാഷകൻ നടത്തിയ കമൻറ്റാണ്, രാജ്യത്ത് പണിയില്ലാത്ത ചെറുപ്പക്കാരൊക്കെ പാറ്റകളെ പോലെയാണെന്നുള്ള ആ പരാമർശം. ആ പരാമർശം നടത്തുമ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റക്കോളം വാർത്തയായിട്ടാണ് പത്രങ്ങളിൽ പോലും വന്നത്. ഒരു പക്ഷേ ചാനലുകളൊന്നും അത് ക്യാരി ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരൊറ്റ ചെറിയ വാർത്തയിൽ നിന്ന് ഇന്ന് രാജ്യം എത്തി നിൽക്കുന്നിടത്തേക്ക് മാസങ്ങൾക്കുള്ളിൽ എത്തിയിരിക്കുകയാണ്. കാരണം മെയിലാണിത് പരാമർശം നടന്നത്, ഈ കഴിഞ്ഞ മെയിൽ. നമ്മൾ ജൂണിൽ പിന്നെ ഇത് കാണുന്നുണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നു, ജന്തർ മന്തർ സംഭവിക്കുന്നു. അധികം സമയമായിട്ടില്ല. അപ്പോൾ വളരെ ചെറിയൊരു പരാമർശത്തിൻ്റെ ഒരു രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെച്ചു. എന്നിട്ട് അതേ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്തറിൽ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അവർക്കെതിരെ പോലീസ് നടപടിക്ക് എതിരെ നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ ഞങ്ങളുടെ പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, കാണണം സാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും സമയമില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ആ പരാമർശമാണ് ഇപ്പോൾ ഈ ഹൈദരാബാദിലെ ലോ സ്കൂളിലെ വിദ്യാർത്ഥികൾ അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ബിരുദം തരേണ്ടതില്ല എന്ന് പറയാൻ കാരണം. ഇത് ഇത്രയും ശരിയാണ്. അപ്പോൾ അന്ന് അത് അദ്ദേഹം പറഞ്ഞു, ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിനെതിരെയുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള സമയങ്ങളിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഈ സമരത്തോടുള്ള മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പുരികയായിരുന്നു സൂര്യകാന്ത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, താൻ ആദ്യം നടത്തിയ കോക്രോച്ച് പരാമർശം നടത്തുമ്പോഴോ വീഡിയോ കാണില്ല എന്ന് പറയുമ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോഴെന്നുള്ളത് ജസ്റ്റിസ് സൂര്യകാന്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ വിദ്യാർത്ഥി സമരത്തോടും ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിനോടും രാജ്യത്തെ യുവജനങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ അനുകൂലമായ പരാമർശങ്ങളാണ് അടുത്തിടയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ, അതിൻ്റെ മനൻ കുമാർ മിശ്ര, അദ്ദേഹം ബാർ കൗൺസിൽ അധ്യക്ഷൻ എന്നതിലുപരി അദ്ദേഹം ഒരു ബീഹാറിൽ നിന്നുള്ള രാജ്യസഭ MP കൂടിയാണ് BJPയുടെ. അത് നമ്മൾ പ്രത്യേക അടിപൊളിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സൂര്യകാന്തിൻ്റെ നിങ്ങൾ ബിരുദം വാങ്ങില്ലേ, എന്നാൽ നിങ്ങളെയൊന്നും എന്ത് ചെയ്യില്ല, എൻറോൾ ചെയ്യാൻ സമ്മതിക്കില്ല. അത് പറയാൻ എന്താ അധികാരം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. BCA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ശരിയാണ്. അവർ നോക്കേണ്ടത് എൻറോൾ ചെയ്ത വക്കീൽമാരായാണ്. പിന്നെ രാജ്യത്തെ നിയമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിലബസ്, അവരുടെ സ്റ്റാൻഡേർഡ്, ഇതൊക്കെ പരിശോധിക്കാനുള്ള നിയമപരാധികാരമുണ്ട്. അതിനപ്പുറം അവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ഇങ്ങനെ അവകാശമില്ല. അദ്ദേഹം എന്ത് ചെയ്യാതാണ്, ഒന്നുകിൽ മോദിയെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സൂചിപ്പിക്കാൻ വേണ്ടി എടുത്തിച്ചാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടൊരു സർക്കുലർ ഇറക്കി. ഇന്ന് സുപ്രീം കോടതി ഇത് പരിഗണിച്ചപ്പോൾ നീ ആരാടാ എന്നാണ് പച്ച മലയാളത്തിൽ CJI ചോദിക്കുന്നത്. ഇതിലിടപെടാം, ഇത് ഞങ്ങളും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഒരു ഡിബേറ്റാണ്, അതിൽ നിങ്ങൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. എവിടെ ആ സ്ഥലം ഓക്കാ ദിഖാദിയ എന്ന് പറയാം ഹിന്ദിയിൽ. സ്ഥലം കാണിച്ചു, നീ അവിടെ പോയിരുന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത് മലയാളം.
ഇതിലൊരു ഞാൻ ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ സി ജെ പി പ്രൊട്ടസ്റ്റിനെ പല രീതിയിൽ പല ആംഗിളിൽ കാണുന്ന ആളുകളുണ്ട്. അതൊരു പ്രഷർ വാൽവാണ്, അത് നാളെ ഇല്ലാതായി പോകുന്ന ഒന്നാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട റാഡിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സി ജെ പിക്ക് ബോധമില്ല, അവരതിനെപ്പറ്റി നിലപാടെടുക്കില്ല. സംവരണത്തെക്കുറിച്ച് അവർക്ക് എന്താണ് നിലപാട്, മണിപ്പൂരിൽ പോകാത്തത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ അഭിജിത്തിക്കെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ശരിയായിരിക്കാം, കാരണം ഇതൊരു പലതരം ഐഡിയോളജിയുള്ള വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടമാണ്. അവർ ഈ രാജ്യത്തെ മുഴുവൻ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും മൈനോറിറ്റി ഇഷ്യൂസ്, ദളിത് ഇഷ്യൂസ്, എല്ലാ വിഷയങ്ങളിലും ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകളുണ്ട്. ഇത് RSSൻ്റെ ഒരു പ്ലോയാണ് ഈ CJP എന്ന് വിശ്വസിക്കുന്ന ആളുണ്ട്, അതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ആയിരിക്കെ തന്നെ ഇന്ന് രാജ്യത്ത് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, അത് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ചൂട് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരുമാണ്. സുപ്രീം കോടതി അത് മനസ്സിലാകുമെന്ന് പറയാൻ കാരണം ഈ CJയുടെ തന്നെ മുൻ നിലപാടുകൾ അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻസിനോടുള്ള അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് മാറുന്നു. വാക്കാൽ പരാമർശമാവട്ടെ, കോടതി നടപടികളാവട്ടെ, യുവാക്കൾക്ക് അനുകൂലമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മാറ്റമാണ്. നൗഫൽ അടുത്ത സമയത്തെ BJP നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മാധ്യമങ്ങളുള്ള റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് അമിത്ഷാ ആവട്ടെ, JP നഡ്ഡ ആവട്ടെ, അവർ സംസാരിക്കുന്ന ശരീരഭാഷ തന്നെ മാറിപ്പോയിരിക്കുന്നു. അവർ ഉപയോഗിക്കുന്ന വോക്കാബുലറി മാറുന്നു. അമിത്ഷാ പാർലമെൻറ്റിൽ ഹാജരായില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു പ്രതിഷേധ കാര്യമായിരുന്നു. ഇന്നലെ അമിത്ഷാ മാധ്യമങ്ങളോട് സംസാരിച്ചു. എന്താ അദ്ദേഹം പറയുന്നത്? ഈ പാർലമെൻറ്റിൽ ഇതുവരെ മുഴങ്ങാത്തൊരു കാര്യമാണ് ഭാഗ്യ എന്ന്, ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന്. ഇതൊക്കെ പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത്തരം വാക്കുകളൊക്കെ പാർലമെൻ്ററിയാണോ? രാജ്യം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നത്? ഏത് പേടിച്ചോടിപ്പോയി എന്ന് പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് പറയുന്നത് അൺപാർലമെൻ്ററിയാണ്, അത് പറഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വിനയാന്യതൻ്റേതാണ്. ഞാൻ 3 മണി മുതൽ പിറ്റേ ദിവസം 3 മണി വരെ ഡിബേറ്റിന് തയ്യാറാണ്, പ്രതിപക്ഷം ഞാൻ സംസാരിക്കുമ്പോൾ ബഹളം വയ്ക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ സംയമനത്തിൻ്റെ ഭാഷയിൽ പ്രതിപക്ഷത്തോട് ഇത്രയും സഹിഷ്ണുതയോടെ, ഇത്ര വിശാല ഹൃദയത്വത്തോടെ അമിത്ഷാ സംസാരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഇത്ര നാൾ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ടെന്യൂറിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഇത്ര വിശാലതയോടെ പ്രതിപക്ഷത്തോട് സംസാരിക്കുന്നത്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖഡ്ഗെ ഉത്തരാഖണ്ഡിൽ ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ BJPക്കാർ വന്ന് ശുദ്ധീകരണം നടത്തി. അതിനെതിരെ മല്ലികാർജ്ജുൻ ഖഡ്ഗെ ഇന്നലെ രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ JP നഡ്ഡ എന്താ പറയുന്നത്? BJP സമ്മതിക്കില്ല, ആരാണെന്ന് ഞങ്ങൾ അന്വേഷിക്കും. ഇങ്ങനൊരു വാക്ക് BJPക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സഭയ്ക്കകത്തുനിന്ന്? അതായത് രാജ്യത്ത് 60% വരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് തങ്ങൾക്കെതിരാണ് എന്ന യാഥാർത്ഥ്യം അമിത്ഷായും മോദിയും JP നഡ്ഡയും BJPയും RSSും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിയാക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് യുവാക്കൾ അസംതൃപ്തരാണ്. ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയും യുവാക്കൾ അക്രോസ് ഓൾ കാസ്റ്റ് ആൻഡ് ക്രീഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരാണ്. അത് മീഡിയ ആവട്ടെ, ജുഡീഷ്യറി ആവട്ടെ, എക്സിക്യൂട്ടീവ് ആവട്ടെ, എല്ലാവർക്കും ഈ യുവാക്കൾ എതിരാണ് എന്ന് സുപ്രീം കോടതിക്കും ബോധ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ ഇതിൽ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട മാറ്റം. ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ കോടതിയെയും സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായും സമൂഹത്തിലുണ്ടാകും. രണ്ട് ദിവസം കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയില്ല. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നാണ് ഈ വീഡിയോ കാണണമെന്ന് ഇവർ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ വക്കീലന്മാർ പറഞ്ഞപ്പോൾ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്ന് പക്ഷേ അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം. ഇതേ മനുഷ്യൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹർജി ഫയൽ ചെയ്യണം, ഇങ്ങനെ മെൻഷൻ ചെയ്ത് വരരുത്, നമ്മൾ രജിസ്ട്രിയിൽ ഇത് ഇല്ലല്ലോ, ഈ ഹർജി വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്ര പെട്ടെന്ന് ആൾ മാറിയെന്നറിയോ? എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് തന്നെയാണ് സംവിധാനം. എന്താണ് അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിനനുസരിച്ച് വിധി പറയുക, കാര്യങ്ങൾ വിശകലനം ചെയ്യുക. ജഡ്ജിമാർ അങ്ങനെ തന്നെയാണ്. എല്ലാ ജഡ്ജിമാരും ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നില്ല. പക്ഷേ ജഡ്ജിമാർ തന്നെ ഇതിനെല്ലാം മാറി നിന്നും എന്താണ് നീതിയുടെ മാത്രമായിട്ടുള്ള ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളല്ല. സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് അവരുടെ നിലപാടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സൂര്യകാന്ത് മിശ്രയുടെ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ എവല്യൂഷൻ പരിണാമം നോക്കിയാൽ മതി. ഈ മനുഷ്യൻ വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടാണ് ഈ പാർട്ടി ഉണ്ടായത്, CJP ഉണ്ടായത്. അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ തല്ല് കിട്ടിയപ്പം അത് നോക്കാൻ അതിനെ കൊണ്ട് പറ്റില്ല. അതാണ് അതിനേക്കാൾ വലിയ ട്രിഗർ ഉണ്ടായത്. നൽസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ലോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടുത്തെ 75 കുട്ടികളാണ് ആദ്യം ഇതിൽ ഒപ്പിട്ടത്. പിന്നെ അത് വളർന്ന് 10-400 കുട്ടികൾ അതിനകത്ത് ഒപ്പിട്ടു. അപ്പോൾ ഈ BCI ചെയർമാൻ പറയുകയാണ് ഇവന്മാരെ എവിടെയും എൻറോൾ ചെയ്യാൻ പറ്റില്ല, എല്ലാ സംസ്ഥാന ബാർ കൗൺസിലുകളും കത്തയക്കുകയാണ് ആൾ. ഈ BCI എന്താണ് ബാർ കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം
അവർ ഈ നീതിയുടെ ഈ പ്രൊഫഷൻ്റെ കാവലാളുകളായി നിൽക്കേണ്ട ആളുകളല്ലേ. ഇതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള, അതിൽ ചെക്ക് ആൻഡ് ബാലൻസ് കൊണ്ടുവരാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു എന്താണ് ക്വസൈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറയുന്ന BCI എന്ന് പറയുന്ന സംസ്ഥാന ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ വിചിത്രമായ സംഗതികൾ പല ബാർ കൗൺസിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഭീകരവാദ കേസുകൾ, സോ കോൾഡ് ഭീകരവാദ കേസുകളിൽ പ്രതികളായ ആളുകൾക്കുണ്ട്. ഞങ്ങൾ ബാർ കൗൺസിലിൽ നിന്ന് ഒരൊറ്റ വക്കീലും ഇതിനു വേണ്ടി അപ്പിയർ ചെയ്യില്ല എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ബാർ കൗൺസിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പ്രൊഫഷൻ എന്തൊരു മണ്ടത്തരാണിത്. ഒരു ഡോക്ടർ പറയുകയാണ് ഒരു തീവ്രവാദി ആക്രമണത്തിൽ പരിക്കുപറ്റ ആക്രമണകാരിയായിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാൾ പരിക്കുപറ്റി വരുമ്പോൾ ഞാൻ അവന് ചികിത്സ കൊടുക്കില്ല എന്ന് ഡോക്ടർ പറയുന്നത് പോലെയാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കേസ് ഞങ്ങൾ വാദിക്കില്ല, അങ്ങനെ ഞങ്ങൾ ബാർ കൗൺസിൽ ആരും വാദിക്കില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം ഇന്ത്യയിലെ പല ബാർ കൗൺസിലുകൾക്കുണ്ട്. അതിൻ്റെ ഏറ്റവും എന്താണ് മാരകമായ വേർഷനാണ് ഈ പറയുന്നത്. ഈ പിള്ളേരെ എൻറോൾ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആൾ കത്തയക്കുകയാണ്, ഇൻഡാസ് എടുക്കുന്നു, അടുത്ത നിമിഷം തന്നെ അത് പിൻവലിയേണ്ടി വരുന്നു. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അത് പുറത്ത് ആ കുട്ടികളല്ല പ്രശ്നക്കാർ, ചില അധ്യാപകരും പുറത്തുനിന്നുള്ള ചില ആളുകളും അവരെ വഴിതെറ്റിച്ചതാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുന്നേ ആളിങ്ങനെ ഓരോ ദിവസവും ഉരുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇതേ CJIയുടെ ഭാഗത്ത് ചെകിടത്ത് നടിയിട്ട് ഈ CJIക്ക് മനസ്സിലായി ആ കുട്ടികളെന്താ പറഞ്ഞു നോക്കല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ കോൺവെക്കേഷന് CJI വരുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസറാണ് CJI എന്ന് പറയുമ്പോൾ. അദ്ദേഹം ഞങ്ങൾക്ക് ബിരുദം സമ്മാനിക്കാൻ വേണ്ടി വരുമ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദിക്കേണ്ട ഒരു സന്ദർഭമല്ലേ. കാരണം അതിലും വലിയൊരാൾ അവർക്ക് ബിരുദം തരാനില്ലല്ലോ ഇന്ത്യയിൽ. അവർക്ക് ലഭിക്കാവുന്ന ദ ബെസ്റ്റ് ഗസ്റ്റാണ്. അങ്ങേര് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും മനസ്സിലാവും CJIക്ക് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ അവരെന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്നവർ പറയുന്നു, അത് ഒപ്പിട്ടിട്ട് യൂണിവേഴ്സിറ്റി അധികൃതർ നിവേദനമായിട്ട് കൊടുക്കുന്നു. അതിലും വലിയൊരു ഇൻസൾട്ട് എന്താണ് ഒരു CJIക്ക് കിട്ടാനുള്ളത്? അടുത്ത തലമുറ അഭിഭാഷകരാണ്, അല്ലെ അടുത്ത തലമുറ ജുഡീഷ്യൽ ഓഫീസേഴ്സായിട്ട് വരുന്ന ചെറുപ്പക്കാരാണ് ഇവർ. അവർ പറയാണ് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വരണ്ട. ഒരു ചീഫ് ജസ്റ്റിസിന് കിട്ടാവുന്ന ഏറ്റവും മാരകമായിട്ടുള്ള പ്രഹരശേഷിയിട്ടുള്ള മുഖത്തടിയാണത്. ആ അടി CJIക്ക് കിട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി ആ അടിയുടെ അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നുള്ളത്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഈ BCI ചെയർമാന് അത് വേറെ നിലക്കാണ് അയാൾ മനസ്സിലാക്കിയത്. അയാൾക്ക് അപ്പം CJI ഒക്കെ ഈ നിലപാടുകളൊക്കെ സ്വീകരിച്ച് അദ്ദേഹം തിരുത്താൻ സന്നദ്ധനാവുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ഒരു ആൻറ്റിന് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ആഹ്ലാദകരം, സന്തോഷകരമായുള്ള കാര്യമാണ്. ഒരുപക്ഷെ CJI മറിച്ചൊരു തീരുമാനമാണ് എടുത്തിരുന്നെങ്കിൽ മറ്റൊരു ജന്തർ മന്തർ ഒരുപക്ഷെ വന്നേനെ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അതുണ്ടാകാത്തതിൻ്റെ ആശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ടാകും.